ശത്രുരാജ്യങ്ങളുടെ ആകാശാക്രമണങ്ങളെയും കരയുദ്ധങ്ങളെയും തങ്ങൾ രാഗിമിനുക്കിയ ആയുധങ്ങൾ കൊണ്ട് ധീരമായി പ്രതിരോധിച്ചു നിന്ന ഇറാൻ ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു തന്ത്രവുമായി പശ്ചിമേഷ്യയിൽ കരുത്തറിയിക്കുകയാണ്. ആകാശത്തും കരയിലും ശത്രുവിന് പിടികൊടുക്കാതെ പോരാടിയ ഇറാൻ ഇപ്പോൾ ഭൂമിക്കടിയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന തങ്ങളുടെ സൈനിക ശേഖരം പുറത്തെടുത്ത് പ്രതിരോധത്തിന്റെ പുതിയ കവചം തീർക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കനത്ത ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ സമയം സമാധാനത്തിനല്ല, മറിച്ച് തങ്ങളുടെ സൈനികശേഷി പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കാനാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്ന് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും ഭൂമിക്കടിയിലെ രഹസ്യ അറകളിലും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന അത്യാധുനിക ആയുധങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു വരാനിരിക്കുന്ന വലിയൊരു പോരാട്ടത്തിന് ഇറാൻ കോപ്പുകൂട്ടുകയാണ്. ഇതൊരു സാധാരണ സൈനിക പുനഃസംഘടനയല്ല, മറിച്ച് ഭാവിയിൽ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടാൽ ശത്രുക്കൾക്ക് അപ്രതീക്ഷിതവും ശക്തവുമായ തിരിച്ചടി നൽകാനുള്ള ഇറാന്റെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. ലോകം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഭൂമിക്കടിയിൽ നിന്ന് ആയുധങ്ങൾ വീണ്ടെടുക്കുന്ന ഈ രഹസ്യനീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും സൈനിക നടപടി ആരംഭിക്കാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്പേഴ്സൽ ടാക്ടിക്സ് യുദ്ധസാഹചര്യങ്ങളിൽ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും മറ്റു ഭാഗങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരാൻ സഹായിക്കുന്ന തന്ത്രമാണെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നു. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഈ നീക്കങ്ങളെ അടുത്തുനിന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്ന് പീറ്റ് ഹെഗ്സ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അവരുടെ സൈനിക ആസ്തികൾ എവിടേക്കാണ് മാറ്റുന്നതെന്നും എന്താണ് പുനർനിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഔദ്യോഗികമായി ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി തകർന്നുവെന്നാണ് വൈറ്റ് ഹൌസും പെന്റഗണും ആവർത്തിച്ചു പറയുമ്പോഴും രഹസ്യ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ അത്ര ലളിതമായ ചിത്രം വരയ്ക്കുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ വലിയൊരു വിഹിതവും വ്യോമസേനയുടെ പ്രധാന ശേഷിയും ഇസ്ലാമിക റിവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നിയന്ത്രിക്കുന്ന നാവികശക്തിയും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ഇറാൻ സൈനിക രംഗത്തും മാത്രമല്ല നയതന്ത്ര രംഗത്തും നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് പുതിയ ചർച്ചാ നിർദ്ദേശം അയച്ചെങ്കിലും അതിൽ തൃപ്തനല്ലെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇത് വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും യഥാർത്ഥ സമാധാന സാധ്യതകൾ വളരെ അനിശ്ചിതമാണെന്ന് കാണിക്കുന്നു. ചർച്ചകൾ സ്തംഭിക്കുന്നതിനൊപ്പം സംഘർഷം വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയും ഉയരുകയാണ്. ഇതോടൊപ്പം ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് ഇറാൻ ആഗോള സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന ഭാഗം ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നതിനാൽ അതിന്റെ നിയന്ത്രണം ഇറാനെ ഒരു ശക്തമായ ജിയോപൊളിറ്റിക്കൽ കളിക്കാരനാക്കി മാറ്റുന്നു. യുദ്ധത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും വിവാദങ്ങൾ ഉയരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി അമേരിക്കയ്ക്ക് നേരിട്ട് $100 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് ആരോപിക്കുന്നത്. പെന്റഗൺ കണക്കാക്കിയതിന്റെ പല മടങ്ങാണ്. മറുവശത്ത് ചില അമേരിക്കൻ സ്രോതസ്സുകൾ പോലും യഥാർത്ഥ ചെലവ് ഔദ്യോഗിക കണക്കുകളേക്കാൾ വളരെ കൂടുതലാണെന്ന് സൂചിപ്പിക്കുന്നു. നശിച്ച സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണം, ആയുധങ്ങൾ പുനഃസ്ഥാപിക്കൽ, ദീർഘകാല സൈനിക ചെലവുകൾ എന്നിവ കൂടി കണക്കിലെടുക്കുമ്പോൾ യുദ്ധത്തിന്റെ മൊത്തച്ചെലവ് $100 ബില്യൺ കടക്കാമെന്നാണ് വിലയിരുത്തൽ. അക്കാദമിക് തലത്തിലും ഈ ആശങ്കകൾ ശക്തമാണ്. ഹാർവാർഡ് കെന്നഡി സ്കൂളിലെ പ്രൊഫസർ ലിൻഡ ബിൽമീസ് ഈ യുദ്ധം ഒടുവിൽ $1 ട്രില്യൺ വരെ അമേരിക്കയ്ക്ക് ചെലവാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെ അനുഭവം മുൻനിർത്തിയാണ് ഈ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടുത്തി. ഇതോടൊപ്പം അമേരിക്കയ്ക്കുള്ളിലെ പൊതുജനാഭിപ്രായവും ഈ യുദ്ധത്തെക്കുറിച്ച് വലിയ മാറ്റം കാണിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇപ്സോസ് നടത്തിയ ABC ന്യൂസ് ദി വാഷിംഗ്ടൺ പോസ്റ്റ് സർവേ പ്രകാരം 10 അമേരിക്കക്കാരും ഇറാനെതിരായ യുദ്ധം തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വെറും 1/3 പേർ മാത്രമാണ് അത് ശരിയായിരുന്നുവെന്ന് കരുതുന്നത്. ഇത് ഇറാഖ് യുദ്ധത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന പൊതുഭാവനയേക്കാൾ വലുതായ വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അമേരിക്കക്കാർക്ക് ആശങ്കയുണ്ട്. സമ്പദ്വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത ഉയരുന്നുവെന്നും സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം ദുർബലമാകുന്നുവെന്നും ഇന്ധനവില ഉയരുന്നതും ജനങ്ങളെ ബാധിക്കുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ട്രംപ് ഇറാനെതിരെ നടത്തിയ കർശന പ്രസ്താവനകൾക്കും ഭൂരിഭാഗം അമേരിക്കക്കാർ പ്രതികൂല പ്രതികരണമാണ് പ്രകടിപ്പിച്ചത്.
കൂടാതെ അമേരിക്കയുടെ ഈ യുദ്ധ നടപടികൾ ഇസ്രയേലിന്റെ സ്വാധീനത്തിൽ നിന്നാണെന്ന ധാരണയും ശക്തമാകുന്നുണ്ട്. പല അമേരിക്കക്കാരും ഇസ്രായേലിന് US അമിത പിന്തുണ നൽകുന്നുവെന്ന് കരുതുന്നതോടൊപ്പം ഇറാനെതിരായ യുദ്ധത്തിലേക്ക് വാഷിംഗ്ടണിനെ തള്ളിയതിൽ ഇസ്രായേലിന്റെ പങ്ക് നിർണായകമാണെന്ന അഭിപ്രായവും ഉയരുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാണുന്നത് വെറുമൊരു മഞ്ഞുരുകലല്ല, മറിച്ച് ആഗോള ശക്തികൾ തമ്മിലുള്ള വമ്പൻ കരിനീക്കങ്ങളുടെ അണിയറ ദൃശ്യങ്ങളാണ്. പുറമേ ശാന്തമെന്ന് തോന്നിക്കുന്ന വെടിനിർത്തലിന് പിന്നിൽ ആയുധങ്ങൾ രാഗിമിനുക്കിയും തന്ത്രങ്ങൾ പുനഃക്രമീകരിച്ചും ഒരു വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ഭൂമിക്കടിയിലെ രഹസ്യ അറകളിൽ നിന്ന് ഇറാൻ തങ്ങളുടെ ആയുധശേഖരം വീണ്ടെടുക്കുമ്പോൾ അത് വെറുമൊരു പ്രതിരോധമല്ല, മറിച്ച് ശത്രുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ്. നിലവിൽ തുടരുന്ന ഈ നിശബ്ദത ഒരു വലിയ സ്ഫോടനത്തിലേക്കാണോ അതോ നയതന്ത്ര വിജയത്തിലേക്കാണോ വഴി തുറക്കുന്നത് എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും.